LDF കൺവീനർ സ്ഥാനത്തു നിന്നും നീക്കിയതോടെയാണ് കേന്ദ്ര കമ്മിറ്റി അംഗമായ EP ജയരാജൻ പാർട്ടി പരിപാടികളിൽ നിന്നും വിട്ടുനിൽക്കാൻ തുടങ്ങിയത്. എന്നാൽ ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, കൂത്തുപറമ്പ് സമരത്തിലെ ജീവിക്കുന്ന രക്തസാക്ഷി പുതുക്കുടി പുഷ്പൻ എന്നിവർ മരണമടഞ്ഞപ്പോൾ അന്തിമോപചാരം അർപ്പിക്കാനായി ഡൽഹിയിലും തലശ്ശേരിയിലും ജയരാജൻ എത്തിയിരുന്നു. BJP കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കറുമായി തിരുവനന്തപുരത്തെ ആക്കുളത്തെ മകന്റെ ഫ്ളാറ്റിൽ നിന്നും കൂടിക്കാഴ്ച നടത്തിയതാണ് EP ജയരാജന്റെ LDF കൺവീനർ സ്ഥാനം നഷ്ടപ്പെടാനായി ഇടയാക്കിയത്. മാത്രമല്ല, ഈ ഒരു സംഭവത്തെ ചുറ്റിപ്പറ്റി നിരവധി വിവാദങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉയർന്നിരുന്നു. മുഖ്യമന്ത്രിയെയും ഇടത് സർക്കാരിനെയും പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലേക്ക് ഈ ഒരു വിഷയം രാഷ്ട്രീയ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ സംഭവം പാർട്ടിക്കുള്ളിലും പുറത്തും വിവാദമായതോടെ EP ജയരാജനെതിരെ വിമർശനങ്ങളുണ്ടായി. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപായി നടത്തിയ കൂടിക്കാഴ്ച പാർട്ടി നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കിയിരുന്നു. ദല്ലാൾ നന്ദകുമാർ മുഖേന BJPയിലേക്ക് ചേക്കേറാൻ EP ജയരാജൻ ശ്രമിച്ചു എന്ന വെളിപ്പെടുത്തലും സ്ഥിതി കൂടുതൽ വഷളാക്കിയിരുന്നു. ഇതിനു പുറമെയാണ് EPക്കും കുടുംബത്തിനും പങ്കാളിത്തമുള്ള വൈദേകം റിസോർട്ടിന്റെ മറവിൽ കള്ളപ്പണ ഇടപാടുകൾ നടക്കുന്നുണ്ടെന്ന ആരോപണവുമായി P ജയരാജൻ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ രംഗത്ത് വന്നതും EPക്ക് തിരിച്ചടിയായതും. എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി തികച്ചും വ്യത്യസ്തമാണ്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കണ്ണൂരിലെ കരുത്തനായ നേതാവ് EP ജയരാജൻ അഭിപ്രായ ഭിന്നതകൾ മറന്ന് പാർട്ടി വേദിയിൽ സജീവമായി തുടങ്ങി. ഡൽഹി കേരള ഹൗസിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് പാർട്ടി പരിപാടികളിൽ നിന്നും വിട്ടുനിൽക്കരുതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ EP ജയരാജനോട് ആവശ്യപ്പെട്ടത്. സീതാറാം യെച്ചൂരിയുടെ അന്തിമോപചാര ചടങ്ങിൽ പങ്കെടുക്കാനാണ് EP ജയരാജൻ ഡൽഹിയിലെത്തിയത്. ഈ സമയമായിരുന്നു മുഖ്യമന്ത്രിയുമായി കേരള ഹൗസിൽ കൂടിക്കാഴ്ച നടത്തിയത്. കഴിഞ്ഞ 2 മാസമായി പാർട്ടി പരിപാടികളിൽ നിന്നും വിട്ടുനിന്ന EP ജയരാജൻ ഇതോടെയാണ് സജീവമാകാൻ ആരംഭിച്ചത്. CPM സംസ്ഥാന നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന EP ജയരാജൻ തിരിച്ചുവരവിന്റെ പാതയിലാണ് ഇപ്പോൾ. കഴിഞ്ഞ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ നിന്നും വിട്ടുനിന്ന EP പാർട്ടിയിൽ ഇതിനുശേഷം സജീവമായി തുടങ്ങി. ഒക്ടോബർ 1 പയ്യാമ്പലത്ത് നടന്ന CPM മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ചരമദിനാചരണ അനുസ്മരണ സമ്മേളനത്തിൽ സജീവമായി പങ്കെടുത്ത കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ ഇടതുപക്ഷത്തിന് ആശ്വാസമായി. ജയരാജൻ പാർട്ടിയിലേക്ക് വീണ്ടും ശക്തമായി തിരിച്ചു വരുന്നുവെന്ന സൂചനയാണ് നൽകിയത്. ഭാര്യ PK ഇന്ദിരയോടൊപ്പമാണ് പ്രിയ സഖാവിനെ അനുസ്മരിക്കാൻ നേരത്തെ തന്നെ EP ജയരാജൻ എത്തിയത്. പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ട്, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി എന്നിവരോടൊപ്പം നിറഞ്ഞ ചിരിയോടെ തന്റെ സാന്നിധ്യം അറിയിക്കാനും ജയരാജൻ സമയം കണ്ടെത്തിയിരുന്നു. തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ വികാരനിർഭരമായ പ്രസംഗമാണ് EP ജയരാജൻ അധ്യക്ഷത വഹിച്ചുകൊണ്ട് നടത്തിയത്. കോടിയേരിയുമായി KSYF കാലത്തെ തനിക്കുണ്ടായ ബന്ധവും തങ്ങളുടെ കുടുംബങ്ങൾ തമ്മിലുള്ള സൗഹൃദ ബന്ധവും EP തന്റെ 20 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന പ്രസംഗത്തിൽ അനുസ്മരിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി, പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജൻ, MV ജയരാജൻ, MV നികേഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തിരുന്നു. കഴിഞ്ഞ മാസം പയ്യാമ്പലത്ത് നടന്ന ചടയൻ ഗോവിന്ദൻ അഴീക്കോട് ചരമദിനാചരണത്തിൽ നിന്നും EP ജയരാജൻ വിട്ടുനിന്നത് പാർട്ടിക്കുള്ളിലും മാധ്യമങ്ങളിലും വിവാദമായിരുന്നു. ഈ സാഹചര്യത്തിൽ ഇപ്പോഴിതാ വിമർശിച്ചവർക്കും അതുപോലെ തന്നെ EP ജയരാജൻ പാർട്ടി വിടും എന്ന് പ്രചരിപ്പിച്ചവർക്കുമുള്ള മറുപടിയായിട്ടാണ് ജയരാജൻ പാർട്ടിയിലും പാർട്ടി പരിപാടികളിലും സജീവമായിരിക്കുന്നത്.